എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ജംഷദ്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 1 യൂണിറ്റ് 1 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ബേസിക് തിങ്സ്. ഇതിൽ എന്തൊക്കെയാണ് കണ്ടന്റ്സ് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുത്തു. അതായത് ബേസിക് ഒരു ഇൻട്രൊഡക്ഷനും ഈ ചാപ്റ്ററിന്റെ തീം എന്താണെന്ന് നമ്മൾ പറയും. അതിനുശേഷം ഇറ്റ് ഈസ് ഫോളോഡ് ബൈ കൺസ്യൂമർ ചോയ്സ് കൺസേണിംഗ് യൂട്ടിലിറ്റി, ഇൻട്രൊഡക്ഷൻ ടു ഡിമാൻഡ് അനാലിസിസ്, ഓർഡിനറി തിയറി, ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും യൂട്ടിലിറ്റിനെ കുറിച്ച് പഠിക്കും, ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് പഠിക്കും, അതേപോലെ ഒരു കൺസ്യൂമറിന്റെ ഒപ്റ്റിമൈസേഷൻ ലെവലിൽ അതെങ്ങനെയാണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇതിൽ പഠിക്കും. ഇതില് ഡിഗ്രീനെ അപേക്ഷിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ മാത്തമാറ്റിക്സ് നമ്മൾ എംപ്ലോയ് ചെയ്യും. അപ്പോ ഇതിനെ എനിക്ക് പറയാനുള്ളത്, ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ MEC 101 പേപ്പർ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ MEC 103 എന്ന പേപ്പർ ആദ്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവാൻ ചെയ്യും. എനിക്ക് ഇതിൽ എന്താക്കാൻ പറ്റില്ല, ഈ ഒരു പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻസ് സോൾവ് ചെയ്ത് തരാൻ പറ്റില്ല. അത് ടൈം ടേക്കിംഗ് ആണ്, വളരെ ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് വളരെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഡീൽ ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഡീൽ ചെയ്യാനുള്ളതാണ്. ഈ ഒരു ബ്ലോക്കിൽ എന്നല്ല, ഈ ഒരു പേപ്പറിൽ തന്നെ ഡീൽ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ മാത്തമെറ്റിക്കൽ ഡെറിവേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നിന്നാല് നമ്മുടെ ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ പേപ്പർ തീരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, പേപ്പർ സബ്ജക്ട് കോഡ് 103 അതില് മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് അതിൽ പോയിട്ട് മാക്സിമം മിനിമ ഇതുപോലുള്ള കാര്യങ്ങൾ, ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഇതിലുള്ള മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇത് ഡിറൈവ് ചെയ്ത് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ലെക്ചർ. ജനറലി നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഡിമാൻഡ് കർവ്, അഗ്രിഗേറ്റ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്, അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ അതാണ് ചെയ്യുന്നത്. ബേസിക്കലി എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്? മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഇസ് അഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഒരു കമ്മോഡിറ്റിയുടെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ആ കമ്മോഡിറ്റിക്ക് മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് പോലെയാണ്. അതായത് ഉദാഹരണത്തിന് ആപ്പിൾ എന്നുള്ള ഒരു കമ്മോഡിറ്റി, അതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിൽ ആപ്പിളിനുള്ള ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ്, അതായത് എന്റെ ഡിമാൻഡ് ഓരോ പ്രൈസ് ലെവലും എന്റെ എത്ര ക്വാണ്ടിറ്റി ഞാൻ ഡിമാൻഡ് ചെയ്യുന്നു, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു, ഇതിന്റെ ഒക്കെ അഗ്രിഗേറ്റ് ആണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ദാറ്റ് ആപ്പിൾ എന്ന കമ്മോഡിറ്റിക്ക് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓഫ് കോഴ്സ് അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഡിമാൻഡും ലൈനും എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടാണ് കൺസ്യൂമേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് എന്തുകൊണ്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. വി വിൽ എക്സാമിൻ ദ ഇക്കണോമിക് റാഷണാലിറ്റി ബിഹൈൻഡ് ദ ലോ ഓഫ് ഡിമാൻഡ്. നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഇക്കണോമിക്സ് പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും, ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? ആസ് പ്രൈസ് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, ആ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ അതേപോലെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഈ ഒരു തിയറി, ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക്കലി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവ്, യൂട്ടിലിറ്റി, ഒപ്റ്റിമൈസേഷൻ, കൺസ്യൂമർ ഒപ്റ്റിമൈസേഷൻ. അതായത് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ ഒരു ലെവലിൽ, ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ, ഇക്വിലിബ്രിയം പോയിന്റിൽ കൺസ്യൂമർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോ അടുത്തുന്നത് ബേസിക് തീംസ്. തീം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ പറയുന്നത് ആസ് ഇക്കണോമിക്സ് സേസ് റാഷണാലിറ്റി എന്നാണ്. കൺസ്യൂമർ ഈസ് എ റാഷണൽ ഹ്യൂമൻ ബീങ്. അതായത് അയാളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, കൺസ്യൂമറുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അയാളുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലിറ്റി ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ കൺസ്യൂമറുടെ ബേസിക് മോട്ടീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
ഈ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ചോയ്സ്, അതായത് യൂട്ടിലിറ്റി ആണ് നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് യൂട്ടിലിറ്റി, എങ്ങനെയാണ് നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് യൂട്ടിലിറ്റിയുടെ ആവശ്യം വരുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നു യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഈസ് എ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ. അതായത് കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതൊരു ഒരു ഇമാജിനറി കോൺസെപ്റ്റ് പോലെയാണ്. അതായത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഹൈറ്റ്, വെയിറ്റ് എന്നുള്ളത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താ പറയാ ഹാപ്പിനെസ്, സാഡ്നെസ്, ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. എക്സാക്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് യൂണിറ്റ് നമുക്ക് അതിന് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എക്കണോമിക്സിൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്താലാണ് നമുക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റുക, അതിന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക, കമ്പയർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിന് യൂണിറ്റ് ഓഫ് മെഷർ, അതായത് യൂട്ടിലിറ്റി എന്നൊരു യൂണിറ്റ് ഓഫ് മെഷർ ഉപയോഗിച്ച് മെഷർ ചെയ്യുകയാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം. ഒന്ന് കാർഡിനൽ അപ്രോച്ചിലും ചെയ്യാം, ഒന്ന് ഓർഡിനൽ അപ്രോച്ചിലും ചെയ്യാം. കാർഡിനൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, കാർഡിനൽ അപ്രോച്ച് വിശ്വസിക്കുന്നത് പറയുന്നത് ഈ യൂട്ടിലിറ്റി നമുക്ക് ന്യൂമറിക്കൽ ടേംസ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിനൽ അപ്രോച്ച് വിശ്വസിക്കുന്നത്. അതേപോലെ കാർഡിനൽ യൂട്ടിലിറ്റി ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി എന്നാണ് പറയുന്നത്. അതായത് യൂണിറ്റ് മെഷർമെന്റ് മണി എന്നല്ല, അതായത് ഒരു യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ മണി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറയുന്നത്. ആൻഡ് കൺസ്യൂമർ നോസ് അബൌട്ട് ഹർ പ്രിഫറൻസസ് ഈവൻ ബൈ ആൻ എമൗണ്ട്. അതായത് കൺസ്യൂമറിന് ഉദാഹരണത്തിന് ഇപ്പൊ ആപ്പിളും ഓറഞ്ചും തമ്മിലാണ് നമ്മൾ കൺസ്യൂമറിന് കൊടുക്കുന്ന ബണ്ടിലുള്ളതെങ്കിൽ അതില് കൺസ്യൂമറിന് അറിയാം ഐ പ്രിഫർ ആപ്പിൾ ഓവർ ഓറഞ്ച്. അതായത് ഓറഞ്ചിനേക്കാൾ കൂടുതൽ ഞാൻ ആപ്പിൾ പ്രിഫർ ചെയ്യുന്നു. ആ പ്രിഫറൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ കൺസ്യൂമറിന് കൃത്യമായിട്ട് അറിയാം എത്ര ലെവലിൽ വെച്ച്, എത്ര യൂണിറ്റിൽ ഞാൻ എന്റെ പ്രിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് യൂട്ടിലിറ്റിയിൽ ഞാൻ ആപ്പിളിനെ ഓറഞ്ചിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത് കൺസ്യൂമറിന് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അസംഷൻസിലേക്കാണ്, കാർഡിനൽ അപ്രോച്ചിന്റെ അസംഷൻസിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ ഈസ് റാഷണൽ എന്നുള്ളത്. ആസ് വി ലേൺ ഏർലിയർ, കൺസ്യൂമറിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. അതായത് അവൈലബിൾ ബണ്ടിൽ ഓഫ് കമ്മോഡിറ്റീസിൽ നിന്നും അയാളുടെ അല്ലെങ്കിൽ അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന ബണ്ടിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു റാഷണൽ കൺസ്യൂമർ ചെയ്യാൻ പോണത്, ഗിവൻ ദാറ്റ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ഇൻകം. അതായത് ആ പ്രൈസ്, ആ കമ്മോഡിറ്റിയുടെ പ്രൈസും അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ഇൻകവും ഡിപ്പെൻഡ് ഓൺ ദീസ് തിങ്സ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ എന്ത് വരുന്നത്, ആ ചോയ്സ് ഓഫ് ബണ്ടിൽ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ദെയർ റിസോഴ്സസ്, അവൈലബിൾ റിസോഴ്സസ്. രണ്ടാമത്തെ പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കൺസപ്ഷൻ. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുന്നതിനനുസരിച്ച് യൂട്ടിലിറ്റി തീർച്ചയായും കൂടിക്കൊണ്ടുവരും, ഗിവൻ ദാറ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്നുള്ളതാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ മാറ്റമൊന്നുമില്ല. അപ്പോ ആ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ മാറ്റമൊന്നും വരുന്നില്ല എങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ദേ ഹാവ് കൺസ്യൂംഡ്. അടുത്തത് എന്ന് പറയുന്നത് ഗുഡ്സ് ആർ ഗുഡ്. അതായത് എത്ര കൂടുതൽ ഗുഡ്സ് കിട്ടുന്നോ അത്ര നല്ലതാണ്. കൂടുതൽ ഗുഡ്സ് കിട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കിട്ടുന്നതിനനുസരിച്ചിട്ട് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് പോകുന്നത്. അതായത് ഉദാഹരണത്തിന് എക്സ് ഈസ് ദ കമ്മോഡിറ്റി, എക്സ് ഇൻക്രീസസ്, യു ഓൾസോ ഇൻക്രീസ്. യു എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ആണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ആസ് എക്സ് ഇൻക്രീസസ്, യൂട്ടിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ആസ് എക്സ് ഡിക്രീസസ്, യൂട്ടിലിറ്റി ഓൾസോ ഡിക്രീസസ്. പിന്നെ അടുത്തത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസ് ഡിമിനിഷിംഗ്. അതായത് ഒരേ കമ്മോഡിറ്റി കൂടുതൽ അഡീഷണൽ യൂണിറ്റ് നമ്മൾ കഴിക്കും തോറും അതിന്റെ അഡീഷണൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരും. ഇവിടെ അഡീഷണൽ യൂട്ടിലിറ്റി ആണ്, അല്ലാതെ ടോട്ടൽ യൂട്ടിലിറ്റി അല്ല. ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അത് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്, യൂട്ടിലിറ്റി കൂടിക്കൂടി വരും. പക്ഷെ അഡീഷണൽ യൂട്ടിലിറ്റി, അതിന്റെ തോത്, യൂട്ടിലിറ്റി ഒരു എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂം ചെയ്യൽ നിന്നും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയുടെ ലെവല് കുറഞ്ഞു വരുന്നുള്ളതാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പിന്നെ അടുത്തത് യൂട്ടിലിറ്റീസ് മെഷേർഡ് ന്യൂമറിക്കലി ഇൻ ടേംസ് ഓഫ് മണി. മോണിറ്ററി ടേംസിലാണ് നമ്മൾ യൂട്ടിലിറ്റി, അതായത് മെഷർ ചെയ്യുന്നത് ന്യൂമറിക്കലി ആയിട്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്ന് പറയുന്നത്
മോണിറ്ററി, അതായത് ഒരു യൂണിറ്റ് മണി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ യൂട്ടിലിറ്റി ആർ എസ് ഇത്ര യൂട്ടിലിറ്റി ഫോർ യൂട്ടിലിറ്റി എന്നല്ല പറയുന്നത്, അത് യൂട്ടിൽസ് എന്നാണ് പറയാം. യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതിന് നമ്മളിപ്പോ റുപ്പീസ് എന്ന് പറയുന്ന പോലെ മണി ക്യാഷിന് നമ്മൾ റുപ്പീസ് ഡോളർ എന്നൊക്കെ പറയുന്ന പോലെ യൂട്ടിൽസ് എന്നാണ് പറയാ ആ യൂണിറ്റിന്. ഒരു ന്യൂമറിക്കൽ നമ്പർ ഉദാഹരണത്തിന് ഇപ്പൊ 10 ആണെങ്കിൽ 10 യൂട്ടിൽസ്, അതാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഗെയിൻ ചെയ്തത്. അപ്പൊ ഇൻ ടേംസ് ഓഫ് മണി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു യൂണിറ്റ് മണി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ്. അതായത് മണി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് കൂടുതൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാക്കുമ്പോഴോ അല്ലെങ്കിൽ കുറയുമ്പോഴോ അതിന്റെ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ യൂണിറ്റിന്റെ അതിനുള്ള ചേഞ്ചിന്റെ അതിന്റെ ഒരു യൂട്ടിലിറ്റി ഒരിക്കലും എന്താവണില്ല, ചേഞ്ച് ആവണില്ല. അതായത് അതൊരു കോൺസ്റ്റന്റ് ആണ്, പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. നമ്മളിപ്പോ ഒരു യൂണിറ്റ് കൂടുതൽ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള മണിക്കുള്ള ലെവലും അല്ലെങ്കിൽ ആ സ്പെൻഡ് ചെയ്ത അതിനുള്ള യൂട്ടിലിറ്റിയും സെയിം ആണ്. നമ്മൾ ഒന്ന് കൂടുതൽ നമ്മുടെ കയ്യിൽ വാങ്ങാതെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാതെ നമ്മൾ കയ്യിൽ വെച്ചാലും അതിന്റെ യൂട്ടിലിറ്റി സെയിം ആണ്, മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആണ്, അതിൽ ചേഞ്ച് വരുന്നില്ല. അത് നമ്മുടെ ഇക്വേഷൻ ഫോമിൽ പറയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എം ഈസ് ഈക്വൽ ടു ലാംഡ. ലാംഡ എന്നുള്ളതാണ് ഈ ഒരു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണീനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന, ഡിനോട്ട് ചെയ്യുന്ന സൈൻ ആണിത്. വേർ ലാംഡ ഈസ് പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഒരു കൺസ്യൂമറിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്നുള്ളത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. അത് നമുക്ക് ഓർമ്മയുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദ റെസ്ട്രിക്ഷൻസ്, അതായത് ഇൻകവും ബാക്കിയുള്ള പ്രൈസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് അതായത് അവർ റെസ്ട്രിക്ഷൻ. അപ്പൊ എന്താണ് ഗ്രോസ് യൂട്ടിലിറ്റി? ഗ്രോസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമിങ് എക്സ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഗിവ്സ് യൂട്ടിലിറ്റി ഓഫ് യു എക്സ്. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഗ്രോസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യു എക്സ് വിച്ച് ഈസ് യു ഓഫ് എക്സ്, അത് ഒരു എത്രത്തോളം യൂണിറ്റ് കമ്മോഡിറ്റി കഴിക്കുന്നു അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി ആണ് ഗ്രോസ് യൂട്ടിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന് പുറമെ നമുക്ക് എന്തുണ്ട്, ചില കൺസ്ട്രെയിന്റുകൾ ഉണ്ടാവും. അതായത് നമുക്ക് വേണ്ടതുപോലെ കൺസ്യൂം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ഇക്കണോമിക്സിന്റെ ഇൻട്രഡക്ഷൻ, ഈ ഒരു പേപ്പറിന്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ വൺസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതേപോലെ വേണ്ടതുപോലെ നമുക്ക് കൺസ്യൂം ചെയ്താൽ വേണ്ടതുപോലെ യൂട്ടിലിറ്റി കിട്ടും. പക്ഷെ അതിനെ എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ചില കൺസ്ട്രെയിന്റുകളാണ്. ആ കൺസ്ട്രെയിന്റുകൾ എന്ന് പറയുന്നത് ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും നമ്മുടെ ഇൻകവുമാണ്. അതാണ് കൺസ്ട്രെയിന്റ് ഇവിടെ പറഞ്ഞത്. ഫോർ ദിസ് എക്സ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂമർ പേസ് പി എക്സ് ഓഫ് എക്സ് വിച്ച് മീൻസ് റിഡക്ഷൻ ഇൻ ഹെർ ഇൻകം വിച്ച് ഇസ് ലാംഡ. അത് ലാംഡ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലാംഡ എന്ന് പറയുന്നത് അത് മാർജിനൽ യൂണിറ്റ് ഓഫ് മണിയാണ് പറയുന്നത്. അതായത് ഒരു കൺസ്യൂമറിന്റെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് അയാള് ഈ ഒരു കമ്മോഡിറ്റിക്ക് പേ ചെയ്യുന്ന പ്രൈസ് ആണ്. ഉദാഹരണത്തിന് ആപ്പിൾ എനിക്ക് കൂടുതൽ വാങ്ങണമെങ്കിൽ അതിന് കൂടുതൽ അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ ഞാൻ കൊടുക്കണം. ആ എക്സ്ട്രാ പൈസ കൊടുക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ഇൻകം എന്താണ്, കുറഞ്ഞു വരികയാണ്. ഞാനിപ്പോ ഒരു 10 രൂപക്ക് കൂടുതൽ ആപ്പിൾ വാങ്ങിയാൽ എന്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് 10 രൂപ പോകുന്നത്. അപ്പൊ അത് റെസ്ട്രിക്ഷൻ ആണ്, അത് എനിക്ക് കൺസ്ട്രെയിന്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി മാക്സിമേഷൻ ഏത് പോയിന്റിലാണ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് നെറ്റ് യൂട്ടിലിറ്റി എന്നുള്ള ആ ഒരു പോയിന്റിലാണ് നടക്കുക. അതായത് നെറ്റ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രോസിൽ നിന്നും കൺസ്ട്രെയിന്റ് മൈനസ് ചെയ്യുമ്പോൾ, അതായത് ഡിഡക്ട് ചെയ്യുമ്പോഴുള്ളത് ആ ഒരു പോയിന്റിനെയാണ് നെറ്റ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തത് എൻ ഓഫ് എക്സ്. എൻ ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ യൂട്ടിലിറ്റി ഓഫ് എക്സ് മൈനസ് ലാംഡ പി എക്സ് ഓഫ് എക്സ്. ഈ ഒരു പോയിന്റിലാണ് ഒരു റാഷണൽ കൺസ്യൂമർ അയാളുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത്. പിന്നെ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിലൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് എക്സോജനസ് ആണ്. അതായത് കൺസ്യൂമറിന് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്താണോ മാർക്കറ്റിലുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ എന്താക്കാണ് അവരുടെ ഇൻകം ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഡിസിഷൻ, ഇത്ര യൂണിറ്റ് ആണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്, ഞാൻ വാങ്ങാൻ പോകുന്നത് തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നിയോ ക്ലാസിക്കൽ തിയറി പറയുന്നത്. നമ്മൾ അടുത്ത സെക്ഷനിൽ പോകുമ്പോൾ എന്താണ് ടു കണ്ടീഷൻസ് ഫോർ കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഓർ ലൈക്ക് ഇക്വിലിബ്രിയം പോയിന്റ്. അത് 2 കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും. ഈ ഡെറിവേഷൻസ്, അതായത് ഡിഫറൻസിയേഷൻ അറിയാത്തവര് ജസ്റ്റ് ആ 103 എന്ന MEC 103 ഒന്ന് ചെക്ക് ചെയ്താൽ ഡെറിവേഷന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ്
നെറ്റ് യൂട്ടിലിറ്റി ഈക്വൽസ് ടു 0. അതായത് അതിവിടെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് dn of x by dx is equal to 0. ഇത് നമ്മൾ dn of x by dx, അതായത് നമ്മൾ മുന്നത്തെ ഇതിലേക്ക് പോവാണെങ്കിൽ ഇവിടെ നെറ്റ് യൂട്ടിലിറ്റി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് n of x is equal to e of x minus delta px, lambda px of x എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ഒരു സാധനത്തിന് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതായത് വിച്ച് ഈസ് d of x by dx minus lambda px is equal to 0. നമുക്കിപ്പോ എക്സാമ്പിളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അധികം ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇതിന് നമ്മൾ നെറ്റ് യൂട്ടിലിറ്റി എന്നുള്ളതിന് അല്ലെങ്കിൽ അധികം നെറ്റ് യൂട്ടിലിറ്റിക്ക് എന്താക്കും, അവര് ന്യൂമറിക്കൽ വാല്യൂസ് തരും, അല്ലെങ്കിൽ ഗ്രോസ് യൂട്ടിലിറ്റി ന്യൂമറിക്കൽ വാല്യൂസ് തരും. എന്നിട്ട് നമ്മളോട് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പോയിന്റ് കാണാൻ പറയാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഗ്രോസ് യൂട്ടിലിറ്റിയുടെ ഇക്വേഷനിൽ നിന്നും കൺസ്ട്രെയിന്റ് എന്തായാലും അവർ തന്നിട്ടുണ്ടാവും. ആ കൺസ്ട്രെയിന്റ് ഇതേപോലെ യു എക്സ് മൈനസ് ലാംഡ പി എക്സ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് നമ്മൾ അതിനെ ഡിറൈവ് ചെയ്യും. ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടാണ് ആ ഒരു യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ ഇവിടെ പറഞ്ഞു. അതായത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആക്കുകയാണ് ചെയ്യുക. ദാറ്റ് ഇസ് ഡി ഓഫ് എക്സ് ബൈ ഡി എക്സ് മൈനസ് ലാംഡ പി എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനിലൂടെ തന്നെ നമുക്ക് ഒപ്റ്റിമം വാല്യൂ ഓഫ് എക്സ് എന്താന്നുള്ള കാണാൻ പറ്റും. എക്സ് സ്റ്റാർ എന്നാണ് കൊടുക്കുന്നത്. ഒപ്റ്റിമം വാല്യൂസിന് നമ്മൾ എന്താണോ നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ മുകളിൽ ഒരു സ്റ്റാർ ആണ് കൊടുക്കുക. എക്സ് സ്റ്റാർ ഈസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ ഫംഗ്ഷൻ ഓഫ് പി എക്സ് ആൻഡ് ലാംഡ. അതായത് പ്രൈസും ഇൻകവും ഇതിന്റെ ഫംഗ്ഷൻ ഓഫ് ഇൻകവും പ്രൈസും ആണ് ഒപ്റ്റിമം വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ലെസ് ദാൻ 0 എന്നുള്ളതാണ്. അതായത് നെറ്റ് യൂട്ടിലിറ്റിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുക, അത് ലെസ് ദാൻ 0 ആക്കുക, അങ്ങനെ സോൾവ് ചെയ്യുക. അതാണ് സെക്കൻഡ് കണ്ടീഷൻ ഓഫ് ഓപ്റ്റിമൈസേഷൻ. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡോൾ സ്ക്വയർ എൻ എക്സ് ബൈ ഡോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോൾ സ്ക്വയർ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡോൾ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ലെസ് ദാൻ 0 എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് തരുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ആണ് തരുന്നത്. ഈ മാർജിനൽ യൂട്ടിലിറ്റി കൂടിക്കൂടി വരികയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും, മുകളിലോട്ടാണ് പോവുക. അതായത് ഇതിന്റെ യൂട്ടിലിറ്റിയുടെ ഗ്രാഫ് മുകളിലോട്ടാണ് പോവുക. നമുക്കറിയാം ഇത് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആണെന്ന് നമ്മൾ ഇതിന്റെ അസംഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യാനാണ് ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റിലാണ് എന്താവുന്നത്, കൺസ്യൂമർ യൂട്ടിലിറ്റി ഒപ്റ്റിമൈസേഷനിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മൾ നോക്കുന്നത് മുകളിൽ നമ്മളിപ്പം പറഞ്ഞ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ്, അതായത് രണ്ട് കണ്ടീഷൻസ് അതൊന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ഈ ഗ്രാഫിക്കലി ഒന്ന് കാണിച്ചു തരാണ് സാധനം. നമ്മളിവിടെ കാണേണ്ടതെന്ന് പറയുന്നത് വൈ ആക്സിസിൽ നമ്മൾ പ്രൈസും എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഇതില് ഇതേപോലെ ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ലാംഡ പി എക്സ് എന്ന് പറയുന്നത് കൺസ്ട്രെയിന്റ് ആണ്, ബജറ്റ് കൺസ്ട്രെയിന്റ് ആണ്, കൺസ്യൂമറിന്റെ ബജറ്റ് കൺസ്ട്രെയിന്റ് ആണ്. അതേപോലെ ഈ ഒരു ഡിക്ലൈനിങ് ലൈൻ അല്ലെങ്കിൽ കർവ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി, ആ കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ആണ് കാണിക്കുന്നത്. അപ്പൊ അറ്റ് പോയിന്റ് എ, അതായത് ഈ പോയിന്റിൽ, അതായത് ഈ ഡിക്ലൈനിങ് കർവും അല്ലെങ്കിൽ ലൈനും നമ്മുടെ ബജറ്റ് കൺസ്ട്രെയിന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ആ പോയിന്റിലാണ് ഡി യു എക്സ് ബൈ ഡി എക്സ് മൈനസ് ലാംഡ പി എക്സ് ഈസിക്കൽ ടു 0 ആയി മാറുന്നത്. ഇനി ഇത് നമ്മൾ ഒന്നും കൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ ഡി യു എക്സ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എം യു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ആണ്. അത് അതേപോലെ ഈ ഒരു ലാംഡ പി എക്സിനെ നമ്മൾ ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ലാംഡ പി എക്സ് ആയി മാറുന്നു. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസിക്കൽ ടു ലാംഡ പി എക്സ് ആവുന്നു. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ലൈൻ ആണ് ഈ കാണുന്നത്, അതും ലാംഡ പി എക്സും ഈക്വൽ, അതായത് സെയിം ആവുന്ന ഒരു പോയിന്റ് ആണ് ഈ എ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഇക്വിലിബ്രിയം, കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആവുന്ന ഒപ്റ്റിമം യൂട്ടിലിറ്റി എത്തുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആ ഈ പോയിന്റിൽ എക്സ് സ്റ്റാർ, അതായത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത്. ഇനി സപ്പോസ് ഇഫ് നമ്മളിപ്പോ വേറെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് പോയിന്റ് ബിയിലേക്കോ സിയിലേക്കോ പോവാം. ബി എന്ന പോയിന്റിൽ കൺസ്യൂമർ x1 ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നു,
പക്ഷെ അവിടെ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അറ്റ് പോയിന്റ് ബി mu x ഗ്രേറ്റർ ദാൻ ലാംഡ പി എക്സ്, അതായത് ലാംഡ പി എക്സ് അതിനേക്കാളും കൂടുതലാണ് മാർജിനൽ യൂട്ടിലിറ്റി വരുന്നത്. അപ്പൊ ഇനിയും എന്താക്കാൻ പറ്റും? അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് എക്സ്, അതായത് സി എന്ന പോയിന്റ്, എക്സ് ഡാഷ് ഡാഷ് ആണ് ഇതിലുള്ള ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ അവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ലെസ് ദാൻ ലാംഡ പി എക്സ് ആണ്. അതായത് അവർക്ക് അവരുടെ കൺസ്ട്രെയിന്റിനേക്കാളും കൂടുതലാണ് ഇവിടെ എന്തുള്ളത്, ആ കൺസ്യൂമറിന്റെ ക്വാണ്ടിറ്റി കൺസംഷൻ. അതായത് ആ ക്വാണ്ടിറ്റി അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, കാരണം അയാളുടെ കൺസ്ട്രെയിന്റിനേക്കാളും കൂടുതലാണ് അയാൾ ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് എയിലും ബിയിലും എന്തില്ല, പോയിന്റ് എ ആൻഡ് ബി അല്ല, ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. പോയിന്റ് എ ആൻഡ് സിയിൽ മാറ്റിയതാ, പോയിന്റ് എ ആൻഡ് സി ആണ്. എ ആൻഡ് സിയിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസിക്കൽ ടു ലാംഡ പി എക്സ് എന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ പോയിന്റിൽ ഇക്വിലിബ്രിയം കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ലെവലിൽ കൺസംഷൻ നടക്കണില്ല. ഹെൻസ് പോയിന്റ് എ എന്നുള്ളതിലാണ് ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത് എന്നാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയാണ്. നമ്മൾ ഇതുവരെ കാർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ യൂട്ടിലിറ്റി ഇസ് മെഷേർഡ് ക്വാളിറ്റേറ്റീവ്ലി, അതായത് ഇതിൽ ന്യൂമറിക്കൽ വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ഓർഡിനലിൽ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ പ്രിഫറൻസ് എന്താക്കുകയാണ്, നമ്മൾ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൺസ്യൂമർ റാങ്ക്സ് ദ പ്രിഫറൻസ് ഇൻ ഓർഡർ ബട്ട് നോട്ട് ബൈ എക്സാക്ട് എമൗണ്ട്. അതായത് ന്യൂമറിക്കൽ വാല്യൂ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് അറിയാം ഞാൻ ബണ്ടിൽ എ ബിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, ബി സിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, സി ഡിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് അവർ റാങ്ക് ചെയ്യും. എ എന്നുള്ളത് ഫസ്റ്റ് പ്രിഫറൻസ്, ബി സെക്കൻഡ് പ്രിഫറൻസ്, സി മൂന്നാമത്തെ പ്രിഫറൻസ്. ആ രീതിയിൽ അവർ എന്താക്കുന്നു, ആ ഒരു പ്രിഫറൻസ്, അവരുടെ പ്രിഫറൻസ് റാങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത്. ഇതിൽ തന്നെ രണ്ട് അപ്രോച്ചസ് ഉണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി മെഷർ ചെയ്യുന്നത് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. അതായത് ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്, റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ ഇൻഡിഫറൻസ് കർവ് എന്നുള്ളത് നിങ്ങൾ ഡിഗ്രിക്ക് എന്തായാലും പഠിച്ചു കാണും. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് റിപ്രസെന്റ്സ് ഓൾ കോമ്പിനേഷൻ ഓഫ് മാർക്കറ്റ് ബാസ്കറ്റ് ദാറ്റ് പ്രൊവൈഡ് same utility to the consumer, that is utility is constant all through an IC. അതായത് നമ്മളിപ്പോ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ യൂട്ടിലിറ്റി കർവ് IC ഇൻഡിഫറൻസ് കർവ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ റെഡ് കളറിലുള്ള ഈ ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നതിൽ ഏത് പോയിന്റിൽ നിങ്ങൾ ക്വാണ്ടിറ്റി ചൂസ് ചെയ്താലും അല്ലെങ്കിൽ ഏത് ബണ്ടിൽ ചൂസ് ചെയ്താലും നിങ്ങൾക്ക് സെയിം യൂട്ടിലിറ്റി ആണ് കിട്ടാൻ പോകുന്നത്. ഈ ഗ്രാഫിൽ എക്സിൽ നമ്മൾ ഫുഡ് എന്ന പ്രൊഡക്റ്റും വൈ ആക്സിസിൽ ക്ലോത്തിങ് ആണ് എടുത്തത്. അതിലിപ്പോ 10 യൂണിറ്റ് ക്ലോത്തിങ്ങും ഇവിടെ മേ ബി 3 or 4 യൂണിറ്റ് ഫുഡും നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമറിന് കിട്ടാൻ പോകുന്നത് 25 യൂട്ടിലിറ്റി ആണ് കിട്ടാൻ പോകുന്നത്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 25 ആണ്. അതിപ്പോ അവര് 10ൽ നിന്നും 5 യൂണിറ്റ് ആയിട്ട് ക്ലോത്തിങ് ചുരുക്കുകയാണെങ്കിൽ പോലും സ്റ്റിൽ they will get 25 യൂണിറ്റ്. ഇനി അത് വീണ്ടും ചുരുക്കി ഇത് ഒരു 3 or 4 ആ ലെവലിലാണെങ്കിൽ പോലും, ക്ലോത്തിന്റെ ലെവൽ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ പോലും സ്റ്റിൽ ദ കൺസ്യൂമർ വിൽ ഗെറ്റ് യൂട്ടിലിറ്റി ഓഫ് 25. ഇനി ഇൻഡിഫറൻസ് കർവ് ഷിഫ്റ്റ് ചെയ്യാണ്, അതായത് ഇത് മൂവ്മെന്റ് അലോങ് ആണ്, മൂവിങ് അലോങ് ഇൻഡിഫറൻസ് കർവ് സെയിം യൂട്ടിലിറ്റി ആണ് തരുന്നത്. ഇനി യൂട്ടിലിറ്റി കൂടണമെങ്കിൽ വേറെ ഇൻഡിഫറൻസ് കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് അടുത്ത ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് U2 ഗിവിംഗ് 50 യൂട്ടിലിറ്റി, അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ U3 യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദ ഹയർ ദ ഇൻഡിഫറൻസ് കർവ് ഹയർ ദ യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് കർവ് എത്ര മുകളിലാണോ അല്ലെങ്കിൽ ഹയർ ആണോ അതിനനുസരിച്ച് എന്താവും, യൂട്ടിലിറ്റി കിട്ടും, യൂട്ടിലിറ്റിയും കൂടുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇവിടെ നോക്കുന്ന ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിന്റെ അകത്ത് അവർ പറയുന്നത് ഇക്വിലിബ്രിയം ഈസ് അറ്റ് ദ പോയിന്റ് വേർ IC സ്റ്റാൻഡ് ടു ദ ബജറ്റ് ലൈൻ. അതായത് ഇതാണ് ബജറ്റ് ലൈൻ. ഇവിടെ ബ്ലൂ ലൈൻ നമ്മൾ കൊടുത്താണ് ബജറ്റ് ലൈൻ. ഈ ബജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് എന്ത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ്, അതായത് ആ പോയിന്റിലൂടെ ജസ്റ്റ് കടന്നു പോവാണ്. അതായത് ഇന്റർസെക്ഷൻ അല്ല, ടാൻജന്റ് മാത്രമാണ്. ആ സിംഗിൾ പോയിന്റ് മാത്രം എന്താവുള്ളൂ, ആ ലൈൻ തമ്മിൽ ടച്ച് ചെയ്യുള്ളൂ. അതായത് ഈ ഇൻഡിഫറൻസ് കർവിന്റെ
ഈ ഒരു പോയിന്റിൽ മാത്രം, അതായത് ഈ ഒരൊറ്റ പോയിന്റ് എ എന്ന പോയിന്റിൽ മാത്രം ഈ ബജറ്റ് ലൈൻ തട്ടുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ, അത് ഉദാഹരണത്തിന് നമുക്ക് കാണിക്കാം. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് ഏതായാലും പഠിച്ചതാണ്. സ്റ്റിൽ ഇനി ഇങ്ങനെ നമ്മളൊരു ലൈന് വരക്കുകയാണെങ്കിൽ പോലും എന്താണ്, ഇതിന് 2 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് ഇവിടെയും വന്നു. അപ്പൊ അത് ടാൻജന്റ് പോയിന്റ് അല്ല, ഇത് ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആണ് രണ്ടെണ്ണം. അതിന് പകരം ടാൻജൻസി എന്ന് പറയുന്നത് ഒറ്റൊരു പോയിന്റ് മാത്രമേ ഇന്റർസെക്ഷൻ ഉണ്ടാവും. അതിനെയാണ് ടാൻജന്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബജറ്റ് ലൈൻ ടാൻജന്റ് ആവുന്ന പോയിന്റിലാണ് കൺസ്യൂമറിന്റെ ഒപ്റ്റിമൈസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഇൻഡിഫറൻസ് കർവ് 25 എന്ന യൂട്ടിലിറ്റി കിട്ടുന്ന ഇൻഡിഫറൻസ് കർവിൽ ബജറ്റ് ലൈൻ ടാൻജന്റ് ആവുന്ന പോയിന്റ് എ എന്നുള്ളതാണ്. അതായത് 5 ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്തിങ്ങും 5 ക്വാണ്ടിറ്റി ഓഫ് ഫുഡും കൺസ്യൂം ചെയ്യുമ്പോഴാണ് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ആവുന്നത്. ഇനി ഇതേപോലെ ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ഹയർ ആവുമ്പോൾ, അതായത് ഉദാഹരണത്തിന് ഇത് ഇൻകം, അതായത് കൺസ്ട്രെയിൻഡ് കൺസ്യൂമറിന്റെ കുറയാണ്, അതായത് ഇൻകം കൂടുകയോ അല്ലെങ്കിൽ പ്രൈസ് കുറയുകയോ ചെയ്യുമ്പോഴാണ് ബജറ്റ് ലൈന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടാൻജന്റ് ആയിട്ട് വരുന്ന പോയിന്റിലേക്ക് അവർ മാറും. അത് നമ്മൾ കൂടുതൽ പിന്നീട് പഠിക്കുന്നതാണ്. ഇനിയിപ്പോ റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് ആണ് നെക്സ്റ്റ് ഉള്ളത്. റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് പറയുന്നത് കൺസ്യൂമർ റാങ്ക്സ് ഡിഫറെന്റ് ബണ്ടിൽ അക്കോർഡിംഗ് ടു ഹെർ പ്രിഫറൻസ് ആൻഡ് ചൂസ് ദ ബെസ്റ്റ് ബണ്ടിൽ അഫോർഡബിൾ ടു ഹെർ ബജറ്റ് കൺസ്ട്രെയിൻ ആൻഡ് ദിസ് ഈസ് വേർ ദ ഇക്വിലിബ്രിയം പോയിന്റ് ലൈസ്. അതായത് കൺസ്യൂമർ പല ബണ്ടിൽസ് കൺസ്യൂമറിന് കൊടുക്കുകയാണെങ്കിൽ ഷീ വിൽ റാങ്ക് ഹെർ പ്രിഫറൻസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എ ബി സി എന്ന 3 ബണ്ടിലുകൾ കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള പ്രിഫറൻസ്, അതായത് എ ഈസ് പ്രിഫേർഡ് ടു ബി, ബി ഈസ് പ്രിഫേർഡ് ടു സി എന്ന രീതിയിൽ ആ ഒരു കൺസ്യൂമർ എന്താക്കുന്നു, ആ ബണ്ടിലിനെ റാങ്ക് ചെയ്യുന്നു, ആ പ്രിഫറൻസിനനുസരിച്ച് റാങ്ക് ചെയ്യുന്നു എന്നും ഈ റാങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ ബജറ്റ് കൺസ്ട്രെയിൻ. നമ്മളിപ്പോ ഈ ലൈൻ പറഞ്ഞതുപോലെ ഈ ലൈൻ പറയുന്ന പോലെ നമ്മളിവിടെ ഇൻഡിഫറൻസ് കർവ് ആയതുകൊണ്ട് നമ്മൾ ലൈന് വരക്കുന്നു, ഇൻഡിഫറൻസ് കർവ് വരക്കുന്നു. പക്ഷെ അതിന് പകരം റിവീൽ പ്രിഫറൻസിൽ നമ്മൾ ബജറ്റ് എത്രയാണ് ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ രീതിയിൽ നമ്മൾ ബേസ്ഡ് ഓൺ അവർ ബജറ്റ് കൺസ്ട്രെയിൻ നമ്മളെ ബണ്ടിൽസ് റാങ്ക് ചെയ്യുന്നു, എന്നിട്ട് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുന്നു എന്നുള്ളതാണ് റിവീൽ പ്രിഫറൻസ് അപ്രോച്ച് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ആയിട്ട് പിന്നീട് പഠിക്കും. വീക്ക് പ്രിഫറൻസും സ്ട്രോങ് പ്രിഫറൻസും ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഇതിന്റെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തത് പോൾ എം സാമുവൽസൺ ആണ്. അത് നമ്മൾ ഇതിനെ കുറച്ചും കൂടി കൂടുതൽ പിന്നീട് പഠിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഡിമാൻഡ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഡിമാൻഡ് അനാലിസിസ് നമ്മൾ നോക്കും, ജസ്റ്റ് ബേസിക് ഇൻട്രൊഡക്ഷൻ തരികയാണ്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്താണ്, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ജോയിനിങ് ഡിഫറെന്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയം അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. ഓരോ പ്രൈസിലും കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഡിമാൻഡ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കൺസ്യൂം ചെയ്യുന്നതും അവരെ ഒപ്റ്റിമം പോയിന്റിൽ എത്തുന്നത്, കൺസ്യൂമർ എത്തുന്നത്. ഇതിന്റെ ഒക്കെ അഗ്രിഗേഷൻ ആണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് എക്സോജിനസ് എന്നാണ്. ഇവിടെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവിന്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇത് 3 ഇൻഡിവിജ്വലിന്റെ ഡിമാൻഡ് കർവ് ആണ്. അതായത് ഡി എ എന്ന കൺസ്യൂമറിന്റെതും ബി എന്ന കൺസ്യൂമറിന്റെ സി എന്ന കൺസ്യൂമറിന്റെ 3 ഡിമാൻഡ് കർവ് ആണുള്ളത്. ഇതിന്റെ അഗ്രിഗേഷൻ ആണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്നുള്ളത്. ഇനി സെക്ഷൻ 1.5 നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് വെച്ചിട്ട് ഓർഡിനൽ തിയറി പഠിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എന്താണ് ചില അസംഷൻസ് നമ്മൾ ഓൾറെഡി ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്. അതായത് കൺസ്യൂമർ റാഷണൽ ആണെന്നുള്ളതാണ് മെയിൻ അസംഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ ടാർഗറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. അതേപോലെ യൂട്ടിലിറ്റി കൂടുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടോട്ടൽ യൂട്ടിലിറ്റി കൂടുകയും ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ഇത് അസ്യൂം ചെയ്തത്. ഇനി ഇതൊരു നമ്മൾ ചിലപ്പം 1 കമ്മോഡിറ്റി മാർക്കറ്റ് ഒക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഈ ഒരു വേൾഡിൽ സപ്പോസ് നമ്മളിപ്പോ 2 കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് 2 കമ്മോഡിറ്റി മാർക്കറ്റ് ആണുള്ളതെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ യൂട്ടിലിറ്റീസ് ഗിവൺ ബൈ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് x1 x1. അതായത് നമ്മളിപ്പോ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 കമ്മോഡിറ്റി മാത്രമുള്ള ഒരു വേൾഡ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതായത് ഇവിടെ ആപ്പിളും ഓറഞ്ചും മാത്രമാണ് ഒരു കൺസ്യൂമറിന് വാങ്ങാനുള്ള 2 കമ്മോഡിറ്റി എന്ന് പറയുന്നത് ആപ്പിളും ഓറഞ്ചും മാത്രം. അപ്പൊ x1 എന്നുള്ളത് ആപ്പിളും x2 എന്നുള്ളത് ഓറഞ്ചും ആണെങ്കിൽ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒരു ബണ്ടിൽ ആയിട്ടാണ് കാണുക. അതായത് ആപ്പിളും ഓറഞ്ചും ഇതിൽ
ഹി ക്യാൻ ചൂസ് ബിറ്റ്വീൻ ആപ്പിൾ ആൻഡ് ഓറഞ്ച് X1 ഓർ X2. അപ്പൊ അവരുടെ ഇൻകത്തിനനുസരിച്ചിട്ട് അവര് ഈ ഒരു ബണ്ടിൽ ഏതാണ് അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് അല്ലെങ്കിൽ യൂട്ടിലിറ്റി നൽകുന്നത് ആ ഒരു ബണ്ടിൽ അവർ ചൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ എ എന്ന് പറയുന്നതിൽ 5 ആപ്പിളും 2 ഓറഞ്ചും ആണുള്ളത്. ബി എന്ന ബണ്ടിൽ 4 ആപ്പിളും 4 ഓറഞ്ചും ആണുള്ളത്. അതേപോലെ സി എന്നതിൽ 3 ആപ്പിളും 6 ഓറഞ്ചും ആണുള്ളത്. ഇതിൽ ഏതാണ് അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്, അവർ ആ ഒരു യൂട്ടിലിറ്റി ഏതാണ് മാക്സിമം നൽകുന്നത് ആ ഒരു ബണ്ടിൽ അവർ ചൂസ് ചെയ്യും, കൺസ്യൂമർ ചൂസ് ചെയ്യുന്നു ആസ് എ റാഷണൽ ഹ്യൂമൻ ബീങ്. ഇതില് നമ്മൾ ഇൻഡിപെൻഡൻസ് കർവ് ഒറിജിനൽ തിയറിയിൽ പഠിക്കുമ്പോൾ അതിൽ 6 ആക്സിയംസ് നമുക്ക് ഈ ബുക്ക് തന്നിട്ടുണ്ട്. പൊതുവെ നമ്മൾ 3 ആക്സിയംസ് ആണ് കേൾക്കാറ്, പക്ഷെ ഇതിൽ 6 ആക്സിയംസ് തന്നിട്ടുണ്ട്. ഇതിൽ ആക്സിയംസ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് ആക്സിയം ഓഫ് റിഫ്ലക്സീവ്നെസ് ആണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് റൈറ്റപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിന് ഐഡന്റിക്കൽ ബണ്ടിൽ 2 ഐഡന്റിക്കൽ ബണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഹി വിൽ ബി ഇൻഡിഫറെന്റ് ബിറ്റ്വീൻ ടു. ആ രണ്ടിൽ ഏത് സെലക്ട് ചെയ്യാനും അവർക്ക് വലിയൊരു വിഷയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രോങ് പ്രിഫറൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇത് ഒരു റാഷണൽ കൺസ്യൂമറിന്റെ കാര്യമാണ് പറയുന്നത്. റാഷണൽ കൺസ്യൂമറിന് 2 സെയിം, അതായത് 4 ആപ്പിളും ഉള്ള 2 ബണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ 4 ആപ്പിളും 4 ഓറഞ്ചും ഉള്ള 2 ബണ്ടിൽസ് കൊടുക്കുകയാണെങ്കിൽ അവര് വളരെ ഓക്കെ ആയിരിക്കും. അതിൽ 2 സെയിം ആണല്ലോ എന്നുള്ള രീതിയിൽ അവര് ഇൻഡിഫറെന്റ് ആയിരിക്കും അത് സെലക്ട് ചെയ്യുന്നതിൽ. ഈ ഒരു ആക്സിയം എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക, 2 ചെറിയ കുട്ടികൾ. അപ്പൊ നിങ്ങൾ എന്താക്കാണ്, വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ 2 ചോക്ലേറ്റ് വാങ്ങുന്നു. കാഡ്ബറിയുടെ 2 ചോക്ലേറ്റ്, 10 രൂപയുടെ 2 ചോക്ലേറ്റ് വാങ്ങും. ഒന്നൊരു കുട്ടിക്കും മറ്റൊരു കുട്ടിക്കും കൊടുക്കാന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ പൊതുവെ കാണാറുണ്ട്, ഒരു കുട്ടി കുറച്ചു നേരം കഴിയുമ്പോൾ കരയാൻ തുടങ്ങും, എനിക്കിതല്ല, എനിക്ക് അതാണ് വേണ്ടതെന്ന് പറയും. അപ്പൊ ഇവിടെ ആ കുട്ടി എന്തല്ല, റാഷണൽ കൺസ്യൂമർ അല്ല. ആ കുട്ടി ഈവൻ ദോ പ്രൊഡക്റ്റ് വളരെ ഐഡന്റിക്കൽ ആണെങ്കിൽ പോലും ആ കുട്ടി ഇവിടെ എന്തോ എക്സ്ട്രാ ഉണ്ടെന്ന് കരുതിയിട്ട് അതിനെ എന്താണ് ഈ ഒരു സ്ട്രോങ് പ്രിഫറൻസ് കാണിക്കാണ്, എനിക്ക് ഇതല്ല, എനിക്ക് അതാണ് വേണ്ടത്. അതാണ് ഇവിടെ ആക്സിയം ഓഫ് റിഫ്ലക്സീവ്നെസ് അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് ആണ്. ഇതിന് ചിലപ്പോൾ ആക്സിയം ഓഫ് ട്രാൻസിറ്റിവിറ്റി എന്നും പൊതുവെ കാണാറുണ്ട്. അതായത് കൺസ്യൂമർ ചോയ്സ് വളരെ ക്ലിയർ ആണ്, അത് കംപ്ലീറ്റ് ആണ്. അതായത് കൺസ്യൂമർ ഉദാഹരണത്തിന് ഇപ്പൊ എ ബി സി എന്ന ബണ്ടിലാണുള്ളത്. ഇഫ് കൺസ്യൂമർ പ്രിഫേഴ്സ് എ ഓവർ ബി ആൻഡ് ബി ഓവർ സി, എന്നാൽ തീർച്ചയായും കൺസ്യൂമർ വിൽ പ്രിഫർ എ ഓവർ സി എന്നായിരിക്കും. അതിന് കാരണം അയാളുടെ പ്രിഫറൻസ് വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് പോകുമ്പോൾ അടുത്ത ആക്സിയം എന്ന് പറയുന്നത് ആക്സിയം ഓഫ് കണ്ടിന്യൂറ്റി ആണ്. അതായത് ഈ കൺസ്യൂമറിന്റെ പ്രിഫറൻസ് കണ്ടിന്യൂസ് ആയിരിക്കും, അത് പെട്ടെന്ന് മാറാൻ പോണില്ല. അതായത് സ്മോൾ ചേഞ്ച് ഇൻ ബണ്ടിൽ ഡസൻ ലീഡ് ടു അബ്രപ്റ്റ് ചേഞ്ച് ഇൻ പ്രിഫറൻസ്. പിന്നെ അടുത്തത് ഉദാഹരണമായിട്ട് ഇഫ് എ ഈസ് സ്ട്രോങ്ലി പ്രിഫേർഡ് ടു ബി, എ ബണ്ടിൽ ക്ലോസ് ടു എ ഈസ് ഓൾസോ പ്രിഫേർഡ് ടു ബി. അല്ലാതെ പെട്ടെന്ന് ബിയിലേക്ക് പ്രിഫറൻസ് മാറില്ല. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ആക്സിയം ഓഫ് നോൺ സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷന് പൊതുവെ നോൺ സാച്ചുറേഷൻ പറയുന്നത് മോർ ദ ഗുഡ് ഇറ്റ്സ് ബെറ്റർ എന്നുള്ളവരാണ് പറയുന്നത്. കൂടുതൽ ഗുഡ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കമ്മോഡിറ്റി കിട്ടുക എന്നുള്ളതാണ് എപ്പോഴും കൺസ്യൂമറിനെ ഹാപ്പി ആക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം അതാണ്. അപ്പൊ ഒരു കൺസ്യൂമർ ഒരു ബണ്ടിൽ സ്ട്രോങ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഓവർ അത് തീർച്ചയായിട്ടും അതായത് പ്രിഫർ ചെയ്യാത്ത ബണ്ടിലിനേക്കാളും അറ്റ്ലീസ്റ്റ് 1 ക്വാണ്ടിറ്റി കൂടുതൽ ഈ ഒരു ബണ്ടിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ആക്സിയമായിട്ട് പറയുന്നത്. കമ്മോഡിറ്റി ബണ്ടിൽ എ strongly prefer to B if A is having at least 1 good more than other. ഉദാഹരണത്തിന് ഇപ്പൊ എയില് 4 ആപ്പിളും 7 ഓറഞ്ചും ആണല്ലെങ്കിൽ ബിയില് 3 ആപ്പിളും 7 ഓറഞ്ചും ആണല്ലെങ്കിൽ തീർച്ചയായും എ വിൽ ബി പ്രിഫേർഡ് ഓവർ ബി. പിന്നെ അടുത്തത് പറയുന്നത് ആക്സിയം ഓഫ് കോൺവെക്സിറ്റി ആണ്. അതായത് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ഒറിജിൻ. പിന്നെ അടുത്തത് ആക്സിയം ഓഫ് സെൽഫിഷ്നെസ്. അതായത് ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് സെൽഫ് സെൻട്രിക് ആണ്. അതായത് അയാളുടെ പ്രിഫറൻസ്, അയാളുടെ ടേസ്റ്റ്, അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് അയാൾ ഓരോ ചോയ്സും എടുക്കുന്നത്. അല്ലാതെ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് എന്റെ അപ്പുറത്തുള്ള ആള് എന്ത് വാങ്ങുന്നു എന്നതിനെ അപേക്ഷിച്ചായിരിക്കില്ല. പക്ഷെ എന്റെ പ്രിഫറൻസ്, എന്റെ ചോയ്സ്, എന്റെ സാറ്റിസ്ഫാക്ഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇതാണ് നമ്മൾ ആക്സിയംസിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് ഇൻഡിഫറൻസ് കർവാണ്. ഇൻഡിഫറൻസ് കർവ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഇവിടെ
എക്സ് ആക്സിസിലും രണ്ട് കമ്മോഡിറ്റി ഇവിടെ എക്സ് ആക്സിലും വൈ ആക്സിസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഇൻഡിഫറൻസ് കർവ് IC0, അതായത് യൂട്ടിലിറ്റി 0 തരുന്ന ഇൻഡിഫറൻസ് കർവ് വരച്ചു. എന്നിട്ട് നമ്മൾ ഇത് 4 സെക്ഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു ഗ്രാഫ് നമ്മൾ 4 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിഡിലായിട്ട് നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെറ്റീരിയലിൽ എ എന്ന പോയിന്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോ ഇത് മാറ്റി ചെറുങ്ങനൊന്ന് മാറ്റി കുറച്ചും കൂടി പോയിന്റുകളൊക്കെ മാറ്റി ഒന്ന് എഴുതിയതുകൊണ്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇതിൽ മിഡിലായിട്ട് നമ്മൾ സെഡ് എന്ന ഒരു ബണ്ടിലാണ് എടുക്കുന്നത്. അതായത് X1 ഉം X2 എന്ന കമ്മോഡിറ്റിയുടെ സെഡ് എന്ന ബണ്ടിൽ എടുക്കുന്നു. ഉദാഹരണത്തിന് അതിപ്പോ ഇതിൽ ഞാനിപ്പോ വരഞ്ഞു മാർക്ക് ചെയ്ത് വെച്ചത് X1 കമ്മോഡിറ്റി 2യും X2 കമ്മോഡിറ്റി 3യും അതാണ് സെഡ് എന്ന ഇതിൽ നമ്മൾ വെച്ചത്, സെഡ് എന്ന ബണ്ടിൽ വെച്ചത്. ഇത് എന്തുകൊണ്ട് ഇത് ഇവിടുന്ന് സെഡിൽ നിന്നും എങ്ങോട്ടേക്ക് ഇത് അടുത്ത പോയിന്റ് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സെക്ഷൻ 1, 2, 3, 4 ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി സെക്ഷൻ 1 നോക്കുകയാണെങ്കിൽ ഇതില് നമ്മൾ 3 റാൻഡം പോയിന്റ്സ് എടുക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എ എന്ന പോയിന്റ് എടുക്കുന്നു. 2 ബി എന്ന വെർട്ടിക്കൽ ലെവലിലുള്ള ബി എന്നൊരു പോയിന്റ് എടുക്കുന്നു. പിന്നെ ഒരു ഏകദേശം മിഡിൽ ആയിട്ട് ജി എന്നൊരു പോയിന്റ് എടുക്കുന്നു. ഈ മൂന്നും BGA എന്ന ബണ്ടിൽസ് ആണ്. അപ്പോ ഈ ഒരു 3 ബണ്ടിലും എക്സിനെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ ഫെയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കാം. അതായത് എ എന്ന ബണ്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ബണ്ടിൽ വരുന്നത് 5, 3 എന്നാണ് വരുന്നത്. സെഡ് എന്നുള്ള ബണ്ടിൽ 2, 3 എന്നാണെങ്കിൽ ഇവിടെ വരുന്നത് 5, 3 എന്നാണ് ബണ്ടിൽ വരുന്നത്. തീർച്ചയായും കൺസ്യൂമർ എന്താണ് കൂടുതൽ കമ്മോഡിറ്റി കിട്ടുകയാണ്. മോർ ഗുഡ്സ് ഇസ് ഓൾവേസ് ഗുഡ് എന്നാണ്. അതായത് കൂടുതൽ, അതായത് X1 എന്ന കമ്മോഡിറ്റി കൂടുതലായിട്ട് കൺസ്യൂമറിന് കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ. അതേപോലെ ബി നോക്കുമ്പോൾ അവിടെയുള്ള ബണ്ടില് വരുന്നത് പറയുന്നത് 2, 4 എന്നാണ് വരുന്നത്. വീണ്ടും സെഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും ഒന്നും നഷ്ടപ്പെടാതെ കൺസ്യൂമറിന് കൂടുതലായിട്ടുള്ള ഒരു കമ്മോഡിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി കിട്ടുന്നു. അതേപോലെ ജി നോക്കുമ്പോൾ അവിടെയുള്ള കമ്മോഡിറ്റി ബണ്ടിലെ കമ്മോഡിറ്റി എന്ന് പറയുന്നത് X1 3യും X2 എന്ന് പറയുന്നത് 4ഉമായിട്ട് കിട്ടുന്നു. വീണ്ടും ഈ 3 പോയിന്റും കൺസ്യൂമറിന് കൂടുതൽ യൂട്ടിലിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെഡിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് യൂട്ടിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ സെക്ഷൻ 3യിലേക്ക് ഇപ്പൊ നമ്മൾ പോവുകയാണെങ്കിൽ സെക്ഷൻ 3യിലും ഇതേപോലെ നമ്മൾ 3 റാൻഡം പോയിന്റ്സ് എടുക്കുന്നു. ഡി എന്നത് വെർട്ടിക്കൽ ലൈനിലും സി എന്നത് ഹൊറിസോണ്ടൽ ലൈനിലും ഇ എന്നത് മിഡിൽ ആയിട്ട് നമ്മൾ എടുക്കുക. ഇനി ഈ 3 ബണ്ടിൽസ് നോക്കുകയാണെങ്കിൽ ഡി എന്ന ബണ്ടിലെ ക്വാണ്ടിറ്റി, അതായത് കമ്മോഡിറ്റീസിന്റെ ക്വാണ്ടിറ്റി വരുന്നത് 2, 1.8 ആ ലെവലിലാണ് വരുന്നത്. ഇത് സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും എന്താണ് സെറ്റിനേക്കാളും കുറവാണ് കൺസ്യൂമറിന് ക്വാണ്ടിറ്റി കിട്ടുന്നത്. പ്രൊഡക്റ്റിന്റെ ഈ X1ഉം X2ഉം വളരെ അതിലും കുറവാണ് കൺസ്യൂമറിന് കിട്ടുന്നത്. സി എന്ന പോയിന്റ് നോക്കുമ്പോഴും ഇതേപോലെയാണ്, 1, 3 ആണ്. 3 എന്നുള്ളത് സെയിം ആണെങ്കിൽ പോലും പക്ഷേ X2 എന്ന കമ്മോഡിറ്റി 3 കിട്ടുന്നുണ്ടെങ്കിൽ പോലും X1 എന്ന കമ്മോഡിറ്റി വീണ്ടും കുറയാണ്, 1 എന്ന നിലയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ നോക്കുകയാണെങ്കിൽ ഈയില് 2 കമ്മോഡിറ്റിയും കുറഞ്ഞ് 1, 2 എന്ന ബണ്ടിലാണ് കൺസ്യൂമറിന് കിട്ടുന്നത്. അപ്പൊ ഇത് തീർച്ചയായും കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കുറയുകയുള്ളൂ. കൺസ്യൂമർ എന്താണ് പൊതുവെ ചെയ്യാന്ന് പറഞ്ഞത്, ഹി ഈസ് വില്ലിംഗ് ടു ഗെറ്റ് എക്സ്ട്രാ 1 യൂണിറ്റ് എക്സ്ട്രാ, അതായത് മോർ ദ ഗുഡ് മോർ ഹാപ്പി ഹീസ്. അപ്പൊ ഈ 2 പോയിന്റിലൂടെയും ഈ 2 സെക്ഷൻ 3യില് കുറഞ്ഞ യൂട്ടിലിറ്റിയാണ് കൺസ്യൂമറിന് കിട്ടുന്നത്. സെക്ഷൻ 1 കൺസ്യൂമറിന് കൂടുതൽ യൂട്ടിലിറ്റിയാണ് കിട്ടുന്നത്. അപ്പൊ ഈ 2 സെക്ഷനിലൂടെയും നമുക്ക് ഇൻഡിഫറൻസ് കർവിന് പോകാൻ കഴിയില്ല. മൂന്നാമത്തെ സെക്ഷനിൽ പോകാൻ കഴിയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നോൺ സാച്ചുറേഷൻ, ആ ഒരു ആക്സിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് കൺസ്യൂമർ ഒന്ന് കൂടുതൽ കിട്ടാതെ കൺസ്യൂമർ എന്തായാലും മറ്റൊരു വിട്ടുകൊടുക്കില്ല. മോർ ദ ഗുഡ് ഓൾവേസ് ഹാപ്പി. അതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. അവിടെ യൂട്ടിലിറ്റി കുറയുകയും ചെയ്തു. ഇനി സെക്ഷൻ 1ൽ യൂട്ടിലിറ്റി ഏത് പോയിന്റ് പോയാലും യൂട്ടിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിഫറൻസ് കർവിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. എ കർവ് റെപ്രസെന്റ്സ് എ ബണ്ടിൽ ഓഫ് ഗുഡ്സ്, കോമ്പിനേഷൻ ഓഫ് ബണ്ടിൽ ഓഫ് ഗുഡ്സ് വിച്ച് ഗീവ്സ് സെയിം യൂട്ടിലിറ്റി. അതായത് കോൺസ്റ്റന്റ് യൂട്ടിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ 2 സെക്ഷനിലൂടെയോ 3യിലൂടെയോ 1ലൂടെയോ ഏത് പോയിന്റിലൂടെ, സെക്ഷൻ 1ന്റെയും 3ന്റെയും ഏത് പോയിന്റിലൂടെ കടന്നു പോയാലും ഇവിടെ യൂട്ടിലിറ്റി മാറും. സെഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യൂട്ടിലിറ്റി മാറും. ഇനി നമ്മൾ സെക്ഷൻ 2ഉം സെക്ഷൻ 4ഉം നോക്കാം. സെക്ഷൻ 2ൽ നമ്മൾ ബോർഡർ ലൈനിന് 2 ഒഴിവാക്കാണ്. ബി എന്ന പോയിന്റും സി എന്ന പോയിന്റും നമ്മൾ ഓൾറെഡി വേറെ സെക്ഷനിൽ എടുത്തു കഴിഞ്ഞുകൊണ്ട് നമ്മൾ ജി എന്ന പോയിന്റ് എടുക്കാം. ജി എന്ന പോയിന്റിൽ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ
x1 ക്വാണ്ടിറ്റി ഇവിടെ 1 ആയി കുറയുന്നു, പക്ഷെ x2 എന്ന ക്വാണ്ടിറ്റി 4 ആയി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ കൺസ്യൂമറിന് ഇപ്പോ ഒരു കമ്മോഡിറ്റിയുടെ ഒരു യൂണിറ്റ് കുറഞ്ഞാൽ പോലും മറ്റൊരു കമ്മോഡിറ്റിയുടെ ഒരു യൂണിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ഔട്ട്കം ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത് ചിലപ്പോൾ കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കുറയാം, ചിലപ്പോൾ യൂട്ടിലിറ്റി കൂടാം, ചിലപ്പോൾ യൂട്ടിലിറ്റി സെയിം ആയിട്ട് നിൽക്കാം. ആ ഒരു പോസിബിലിറ്റി ഇവിടെ തരുന്നുണ്ട്. സ്റ്റിൽ നോൺ സാച്ചുറേഷൻ എന്ന പോയിന്റ് ഇവിടെ എന്താണ് കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് ഒരു യൂണിറ്റ് കൂടുതൽ അയാൾക്ക് കിട്ടുന്നുണ്ട്. മോർ ദ കമ്മോഡിറ്റി ഓൾവേസ് ഗുഡ്. അപ്പൊ കൺസ്യൂമർ എത്രത്തോളം ഒരു എക്സ്ട്രാ യൂണിറ്റ് കിട്ടാൻ വേണ്ടി മറ്റ് കമ്മോഡിറ്റിയുടെ ഒരു യൂണിറ്റ് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെയുള്ള യൂട്ടിലിറ്റി. അതേപോലെ സെക്ഷൻ 4 നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് എന്ന പോയിന്റ് നോക്കാം. വീണ്ടും ബോർഡർ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞു വേറെ സെക്ഷനിൽ. അതുകൊണ്ട് എഫ് എന്ന പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 എന്നുള്ളതാണ് ഇവിടുത്തെ ബണ്ടിൽ. അതായത് x1 ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നു. സെഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ x1 ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നു, 5 ആവുന്നു. പക്ഷേ x2 ക്വാണ്ടിറ്റി 2ലേക്ക് കുറയുന്നു. വീണ്ടും ഇവിടെ നോൺ സാച്ചുറേഷൻ എന്ന ആക്സിയം എന്താവാണ് വർക്ക്ഔട്ട് ആവുകയാണ്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി കൺസ്യൂമറിന് കിട്ടുന്നു. ഈ ഒരു സെക്ഷനിലും പോസിബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കൂടാം, കുറയാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിൽ നിന്നും നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഇൻഡിഫറൻസ് കർവിന് പോവാൻ ചാൻസ് ഉള്ളത് സെക്ഷൻ 4 സെക്ഷൻ 2 മാത്രമായിരിക്കും. സെക്ഷൻ 1 സെക്ഷൻ 3 പോകാൻ പറ്റില്ല. കാരണം അവിടെ എന്തായാലും യൂട്ടിലിറ്റി മാറ്റമാണ്, ഒന്നിൽ കുറയാണ്, ഒന്നിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്തായാലും പോകാൻ പറ്റില്ല. ഇവിടെ ഈ സെക്ഷൻ 2 സെക്ഷൻ 4 യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലെവലിൽ യൂട്ടിലിറ്റി ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു സെക്ഷനിലൂടെ കൺസ്യൂമറിന്റെ ഇൻഡിഫറൻസ് കർവിന് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയി മാറുന്നു. ആൻഡ് വേർ ഇറ്റ് ഈസ് നോൺ സാച്ചുറേറ്റഡ്. അതായത് ഈ ഒരു കർവിലൂടെ പോകുന്നതിനനുസരിച്ചിട്ട്, ഈ ഒരു ഇൻഡിഫറൻസ് കർവിലൂടെ പോകുന്നതിനനുസരിച്ചിട്ട് ഒരു കമ്മോഡിറ്റി ഗീവ് അപ്പ് ചെയ്തുകൊണ്ട് കൺസ്യൂമറിന് വേറൊരു കമ്മോഡിറ്റി എടുക്കാൻ പറ്റുന്നു. സോ ഒരു കമ്മോഡിറ്റി എങ്കിലും എക്സ്ട്രാ കൂടുതൽ കിട്ടുന്നു, ഹി ഹാസ് ടു ഗീവ് അപ്പ് ഓൺ സംതിങ് എൽസ്. അതുകൊണ്ട് തന്നെ ഒന്ന് കൊടുത്തിട്ടേ ഒന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി സെയിം ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ഹിയർ ദ കൺസ്യൂമേഴ്സ് ചോയ്സ് ഈസ് കണ്ടിന്യൂസ്, റിഫ്ലെക്സീവ് ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ ഇതുവരെ നോക്കിയത് ഇൻഡിഫറൻസ് കർവിന്റെ ഗ്രാഫിക്കൽ ഡെറിവേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ നോക്കുകയാണ്. അപ്പൊ നമുക്കറിയാം യൂട്ടിലിറ്റി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് x1 x2. രണ്ട് കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ആയിട്ടുള്ളത്. നമ്മൾ ഈ ഫംഗ്ഷൻ ടോട്ടൽ ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇത് ടോട്ടൽ ഡെറിവേഷനും കാര്യങ്ങളും പാർഷ്യൽ ഡെറിവേഷനും ടോട്ടൽ ഡെറിവേഷനും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ MEC 103 പേപ്പർ സബ്ജക്ട് കോഡ് MEC 103 ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അത് ദയവ് ചെയ്ത് ഒന്ന് ആ ഒരു ഭാഗത്തുകൂടെ പോവാ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഡെറിവേഷൻ എങ്ങനെയാണ്, പാർഷ്യൽ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇപ്പൊ യു ഇസ് ദ ഫംഗ്ഷൻ ഓഫ് x1 x2 എന്നുള്ളത് ടോട്ടൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ലൈനിൽ കിട്ടാൻ പോകുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ എടുക്കട്ടെ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ടോട്ടൽ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും du ഡെറിവേഷൻ ഓഫ് യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു dx1 what derivative for x1 derivative of x1 dou u partial derivative of utility x1 x2 divided by partial derivative of x1 plus dx2 dou u x1 x2 divided by dou x2. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പാർഷ്യൽ ടോട്ടൽ ഡെറിവേറ്റീവ് ചെയ്താൽ, ഈ ഒരു ഇക്വേഷന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതാണ് കിട്ടാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡി എന്ന് പറയുന്നത് മാർജിനൽ, അതായത് ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ആണ് പറയുന്നത്. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി അലോങ് IC, ഒരു ICന്റെ അത് ഇൻഡിഫറൻസ് കർവിലെ യൂട്ടിലിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂട്ടിലിറ്റി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് അലോങ് ഇൻഡിഫറൻസ് കർവ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ DU എന്നുള്ളതിൽ 0 എന്നുള്ള വാല്യൂ കിട്ടുകയും, അതേപോലെ ഡോൾ യു ഇൻറ്റു x1 x2 ഡിവൈഡഡ് ബൈ ഡോൾ x1 എന്നുള്ളത് അത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് x1 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെയുള്ള ഈ ഒരു ഇക്വേഷനെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് x2 എന്നും എഴുതാൻ പറ്റും. നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മാറ്റി എഴുതുന്നു dx1 mu x1 പ്ലസ് dx2 mu x2 എന്ന് മാറ്റി എഴുതുന്നു. ഇപ്പുറം 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ
ഒരു ഇക്വേഷൻ ഡി എക്സ് ടു നെ നമ്മൾ എന്താക്കുന്നു, ഡി എക്സ് ടു എം യു എക്സ് ടുവിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ഡി എക്സ് ടു എം യു എക്സ് ടു ഈസിക്കൽ ടു ഡി എക്സ് വൺ എം യു എക്സ് വൺ എന്നായി മാറും. ഇത് വീണ്ടും നമ്മൾ ഡി എക്സ് ടുവിനെ അവിടെ വെച്ചിട്ട് എം യു എക്സ് ടുവിനെ നമ്മൾ റൈറ്റിലേക്കും ഡി എക്സ് വണ്ണിനെ ലെഫ്റ്റിലേക്കും കൊണ്ടുപോകുമ്പോൾ അത് ഇതേപോലെ ആയി മാറും, ഡി എക്സ് ടു ബൈ ഡി എക്സ് വൺ. ഈ ഡി എക്സ് ടു ഇവിടെ മൈനസ് എം യുന്റെ കൂടെ റൈറ്റിലേക്ക് പോയി, ഡി എക്സ് വൺ ഇതിന്റെ താഴെയായിട്ട് വന്നു, ഡിവൈഡ് ബൈ ഡി എക്സ് വൺ ഈസിക്കൽ ടു മൈനസ് ഇവിടെ ഇവിടുത്തെ ടോട്ടൽ ആയിട്ട് മാറും, എല്ലാത്തിനും മൈനസ് അപ്ലിക്കബിൾ ആവും. ഇവിടെയുള്ള എം യു എക്സ് വൺ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് പോയ എം യു എക്സ് ടു. നിങ്ങളുടെ ടെക്സ്റ്റിൽ നൊട്ടേഷൻ ചെറിയ രീതിയിൽ വേറെ രീതിയിലാണ് കൊടുത്തത്. ഞാനിത് കുറച്ചും കൂടി ഒരു സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള രീതിയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തതാണ് ഈ ഒരു ഏരിയ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെയാവുന്നത്. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ കാണിക്കുന്നതും സെയിം തന്നെയാണ്. അതായത് ഡി എക്സ് ടു ബൈ ഡി എക്സ് വൺ ഇത് സെയിം ആണ്, ഇസ് ഈക്വൽ ടു മൈനസ് ഇവിടെയുള്ള എം യു എക്സ് വൺ. എം യു എക്സ് വൺ ആണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് യു വൺ. യു വൺ എന്ന് പറയുന്നത് എക്സ് വണ്ണിൻ്റെതാണ്, എക്സ് വൺ എക്സ് ടു ഇൻറ്റു എക്സ് വൺ എക്സ് ടു. അതേപോലെ ഡിവൈഡഡ് ബൈ എം യു എക്സ് ടു എന്നുള്ളത് യു ടു എക്സ് വൺ എക്സ് ടു എന്നുള്ളത്. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് കാണിക്കുന്നത്. ഇവിടെയുള്ള സൈന് നമ്മൾ പ്രത്യേകം നോക്കുന്നു, സൈന് മൈനസ് ആണ്. അതായത് ഈ ഇക്വേഷന് നെഗറ്റീവ് സൈൻ ആണ് തരുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നാണ് അതിനെക്കുറിച്ച് അതിനെ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് നെഗറ്റീവ് സൈൻ കിട്ടിയത് കൊണ്ട് അതിന്റെ അർത്ഥം ഇൻഡിഫറൻസ് കർവ് നെഗറ്റീവ് ആയി എന്നുള്ളതാണ്, നെഗറ്റീവ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ കാണിച്ചതുപോലെ. മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ ഇതേപോലെയാണ് കാണിച്ചത്. എങ്ങനെയാണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നത് നമ്മൾ 4 സെക്ഷൻ ആക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഗ്രാഫിക്കൽ മോഡലിംഗിൽ 4 സെക്ഷൻ ആക്കിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ നമ്മളെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലൂടെ എന്തുകൊണ്ട് ഐ സി കർവിന്റെ ഷേപ്പ് എന്താണെന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അതായത് നെഗറ്റീവ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്നുള്ളത്. ഇനി അടുത്ത എന്നുള്ളത് നമ്മൾ ഇവിടെ കാണിച്ചത് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. അത് നമുക്ക് കണ്ടുപിടിക്കണം എങ്കിൽ, അതായത് കോൺവെക്സ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണമെങ്കിൽ അടുത്ത ഓപ്ഷനല്ല, അത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ഈ നമുക്ക് കിട്ടിയ ഇതിനെ നമ്മൾ വീണ്ടും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സ്ലോപ്പ് ഈസ് പോസിറ്റീവ് ദെൻ ഇറ്റ് ഈസ് കോൺവെക്സ്. ഇതിനും നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ റൂള്, അതായത് MEC 103 പേപ്പറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ റൂളിൽ എങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്യാന്നുള്ളത് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കുക. അത് നോക്കിയിട്ട് അതിനെ ഡിറൈവ് ചെയ്താൽ നിങ്ങൾക്ക്, അതായത് ഇതിനെ നമ്മൾ വീണ്ടും ഡിറൈവ് ചെയ്യും. അതായത് ഡി ബൈ ഡി എക്സ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൺ ആണ്. എക്സ് വൺ ഡിറൈവ് ചെയ്യുമ്പോൾ അതായത് ഡി എക്സ് ടു ഡി എക്സ് വൺ ഇവിടെ വന്നു. അതിനെ വീണ്ടും നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എം യു എക്സ് ടു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഇൻറ്റു എം യു എക്സ് വൺ മൈനസ് ഇവിടത്തെ അതായത് എം യു എക്സ് വൺ കഴിഞ്ഞു. ഇനി അടുത്തത് മൈനസ് എം യു എക്സ് വൺ ഡി ബൈ ഡി എക്സ് ഇൻറ്റു എം യു എക്സ് ടു ഹോൾ ഡിവൈഡ് ബൈ എം യു എക്സ് ഹോൾ സ്ക്വയർ റേസ് ടു 2. ഇതാണ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു എന്താ പറയുക ഇക്വേഷൻ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ, ഗ്രേറ്റർ ദാൻ സീറോ, ദെൻ ഇറ്റ് ഈസ് കോൺവെക്സ്. അതാണ്, അങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ മെറ്റീരിയലിൽ ഇൻഡിഫറൻസ് കർവിന്റെ കോൺവെക്സിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ സപ്പോസ് ഇഫ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള അതിന്റെ ജസ്റ്റ് ഇക്വേഷൻ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കോൺവെക്സ് ഇങ്ങനെയാണ് അവിടെ പ്രൂവ് ചെയ്യാറ്. അടുത്തതായിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇക്കണോമിക് മീനിങ് എന്താണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതുവരെ മാത്തമാറ്റിക്കലിലൂടെയും ഗ്രാഫിക്കലിലൂടെയും ഇൻഡിഫറൻസ് കർവിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ബേസിക്കലി. അതായത് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഇൻക്രീസസ് യൂട്ടിലിറ്റി ഇൻക്രീസസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, എത്ര ക്വാണ്ടിറ്റി കൂടുതൽ അല്ലെങ്കിൽ കമ്മോഡിറ്റി കൂടുതൽ കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നോ അവരുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ എന്ന് പറയുന്നത് അസംഷൻ ഓഫ് നോൺ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു യൂണിറ്റ് എങ്കിലും കൂടുതൽ ഗുഡ് അല്ലെങ്കിൽ കമ്മോഡിറ്റി കിട്ടുക എന്ന് പറയുന്നത് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോൺ സാറ്റിസ്ഫാക്ഷനിലൂടെ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് കൺസ്യൂമറിന് ഒരു ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുമ്പോൾ
ഫോർ എക്സാമ്പിൾ X1 ആൻഡ് X2 ആണ് കമ്മോഡിറ്റി എങ്കിൽ അതിൽ X1 കൂടുതൽ X1ന്റെ ക്വാണ്ടിറ്റി കൺസംഷൻ കൂട്ടുന്നു, X2ന്റെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു എങ്കിൽ എന്ത് നടക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ കണ്ടു. ഇൻഡിഫറൻസ് കർവ് ഷിഫ്റ്റ് ചെയ്യും, അതായത് അയാളുടെ യൂട്ടിലിറ്റി കൂടുമ്പോൾ ഇൻഡിഫറൻസ് കർവ് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഈ ടേബിളിൽ കാണുന്നത് പോലെ ഇതിൽ നിന്നും ഒരു യൂണിറ്റ് എക്സ്ട്രാ X2 ഇവിടെ X1ഉം X2ല് X1 0 ആണ് X1 കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നത്, X2 എന്ന കമ്മോഡിറ്റി X2 ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ, അതായത് X1 യൂണിറ്റ് ഒന്ന് എക്സ്ട്രാ കൺസ്യൂം ചെയ്യുമ്പോൾ വേറെ, അതായത് സെയിം ആയിട്ട് X2 എന്നുള്ള ലെവല് X2 വെക്കുകയാണെങ്കിൽ പോലും പുതിയൊരു ഇൻഡിഫറൻസ് കർവിലാണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ അവിടെ അയാളുടെ യൂട്ടിലിറ്റി ലെവൽ കൂടുന്നത് കൊണ്ട് പുതിയൊരു ഇൻഡിഫറൻസ് കർവ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ നമ്മൾ വിത്തിൻ ആൻ ഇൻഡിഫറൻസ് കർവ് നമ്മൾ പറയുന്നത് യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു യൂണിറ്റ് ഓഫ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി X1 കൂടുതൽ കൺസ്യൂം ചെയ്യണമെങ്കിൽ കൺസ്യൂമറിന് എന്ത് ചെയ്യേണ്ടി വരും, X2 എന്ന കമ്മോഡിറ്റി അതിന്റെ കൺസപ്ഷൻ ലെവൽ കുറയ്ക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കിയത്. ഹെൻസ് ടു റിമെയിൻ ഇൻ സെയിം IC, അതായത് ഇൻഡിഫറൻസ് കർവ്, കൺസംഷൻ ഓഫ് X1 നീഡ്സ് ടു ബി റെഡ്യൂസ് സോ ആസ് ടു ഹാവ് X2 ആൻഡ് റിമെയിൻ സെയിം IC. അതായത് ഏത് കമ്മോഡിറ്റി കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കണമോ അതിനനുസരിച്ച് മറ്റ് കമ്മോഡിറ്റിയുടെ അതായത് സെക്കൻഡ് കമ്മോഡിറ്റിയുടെ കൺസപ്ഷൻ ലെവൽ കുറയ്ക്കേണ്ടി വരും. ഹെൻസ് IC ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ഏകദേശം പറഞ്ഞതാണ്, പക്ഷെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാണ്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഇതുവരെ പഠിച്ചു, അതിൽ പറയുന്നത് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹയർ ദ ഇൻഡിഫറൻസ് കർവ് ഹയർ ദ യൂട്ടിലിറ്റി. അതായത് ഒരു ഇൻഡിഫറൻസ് കർവിൽ നിന്നും മറ്റൊരു ഇൻഡിഫറൻസ് കർവിലേക്ക് കൺസ്യൂമർ മൂവ് ചെയ്യുമ്പോൾ അയാളുടെ യൂട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യാണ്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ പഠിച്ചത് എന്താണ്, basket of commodities which gives same level of utility, constant level of utility തരുന്ന basket of commodities നെയാണ് എന്താകുന്നത് ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്.